ആദ്യമായി മമ്പറം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതുപോലെ ദാറുൽ ഹുദയിലെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിനും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വളരെ പരിമിതമായ സമയമായതുകൊണ്ട് പരമാവധി ചുരുക്കി അവതരിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 15 മിനിറ്റിലും താഴെ എടുക്കാമെന്നാണ് കരുതുന്നത്. രണ്ടാമത്തേത്, റിസർച്ച് അറബിയിലായതുകൊണ്ട് സ്വാഭാവികമായും കുറേ ടെർമിനോളജീസ് അറബിയിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഈ എല്ലാവരുടെയും സംസാരത്തിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഡിയൻസ് നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവരും ഓൺലൈനിൽ കേൾക്കുന്ന ആളുകളൊക്കെ അത് ഉൾക്കൊണ്ടോളും എന്ന് കരുതാണ്. എൻ്റെ വിഷയം റസായിൽ ഷേരിയാണ്, കേരളത്തിലെ കത്ത് കവിതകൾ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വേഴ്സ് എപ്പിസിൽസ്, അതുപോലെ വേഴ്സ് ലെറ്റർ, പോയറ്റിക് എപ്പിസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജോണർ നേരത്തെ ഉള്ളതാണ്. ജോൺ ഡണ്ണ്, അതുപോലെ ബെൻ ജോൺസൺ ഒക്കെ പോലെയുള്ള പ്രമുഖരായ ഇംഗ്ലീഷ് പോയറ്റ്സ് വേഴ്സ് എപ്പിസിൽസ് അല്ലെങ്കിൽ വേഴ്സ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച എന്നോണോ അല്ലെങ്കിൽ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അറബിക് ലിറ്ററേച്ചറിലും ഈ റസായിൽ ഷീരിയ വരുന്നത്. എപ്പിസിലറി പോയട്രി, എപ്പിസിൽ എന്ന് പറഞ്ഞാൽ ആ ടി സൈലൻ്റ് ആണ്. എപ്പിസിൽ എന്ന് പറഞ്ഞാൽ ലെറ്റർ എന്നാണ് അർത്ഥം. എപ്പിസിലറി പോയട്രി, റസായിൽ ഷേരിയ. അപ്പം ഇതിൽ റിസാല എന്ന് പറയുന്നതിന് ഒരു മുസ്ലിം ഇൻ്റലക്ച്വൽ ട്രഡീഷനിൽ ഒക്കെ ഭയങ്കര പ്രാധാന്യമുള്ളൊരു ടേമാണ് റിസാല. ഖുർആന് റിസാല എന്ന് പേരുണ്ട്. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, വലിയ കിതാബുകളാവേണ്ടതിൻ്റെ ഷോർട്ടായിട്ട് വന്ന കുറേ ഗ്രന്ഥങ്ങൾക്ക് റിസാല എന്ന് പേരുണ്ട്. ഇമാം ഷാഫിയുടെ റിസാല ഉണ്ട്, ഗസാലി ഇമാമിൻ്റെ റസായിലുകളുണ്ട്, അങ്ങനെ കുറേ റിസാലകളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് സയൻസിലെ ഇസ്ലാമിക് ഫിലോസഫിയുടെ തിയോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് റിസാലുണ്ട്. നമ്മുടെ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാണ് റിസാല. അതുപോലെ തന്നെ ഇതൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷനായിട്ട് റിസാല നമ്മുടെ ചരിത്രത്തിൽ, മുസ്ലിം ചരിത്രത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ മെസ്സേജ് എത്തിക്കാനുള്ള, ആ മെസ്സേജാണ് റിസാല, എത്തിക്കാനുള്ള മെസ്സഞ്ചേഴ്സ് കൊണ്ടുവന്നതാണ് റിസാല. അതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കത്ത്, ബിൽക്കീസ് രാജ്ഞിക്കുള്ള കത്ത് ഖുറാനിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് എഴുതിയ കത്ത് പ്രസിദ്ധമാണ്. മലബാറിലേക്കും ഇസ്ലാം വരുന്നത് പെരുമാളിൻ്റെ ഒരു കത്തിനെ തുടർന്നാണ്. ഇങ്ങനെ ഒരു ഇസ്ലാമിക് ട്രഡീഷനിലെ റിസാലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കത്തുകൾക്ക് ഇപ്പോൾ ഒരുപാട് ജോണേഴ്സ് ഉണ്ട് ലിറ്ററേച്ചറിൽ, പ്രോസും പോയട്രിയും അല്ലാത്തതൊക്കെ ഒരുപാട് ജോണറുകളുണ്ട്. ആ കൂട്ടത്തിൽ ലെറ്ററിന് വലിയൊരു ഒരു പ്രസക്തിയും പ്രാധാന്യമുണ്ട്. അതൊരു പേഴ്സണൽ ഇൻറ്റിമസി നൽകുന്ന ഒരു ഒന്നാണ് ലെറ്റർ എന്ന് പറയുന്നത്. ഒരാൾ ഒരു കവിത എഴുതിയാൽ അതിൽ നേരത്തെ ഇവിടെ ബദിയത്ത് പ്രസൻറ്റ് ചെയ്തപ്പം പറഞ്ഞതുപോലെ എത്ര കണ്ട് ബദിയകൾ ഉൾപ്പെടുത്താൻ പറ്റും എന്നത് കവിയുടെ ഒരു തോട്ടാണ്. മലയാളത്തിൽ കവിതകൾ പല കവിതകളും നമുക്കങ്ങനെ ഫീൽ ചെയ്യും. അത്ര കമ്മ്യൂണിക്കേറ്റിംഗ് ആയിക്കൊള്ളണം എന്നില്ല. എന്നാൽ റിസാല ഒന്നുകിൽ അറബിയിൽ പ്രധാനമായിട്ടും റിസാലകൾ വന്നത് ഇഖ്വാനിയാത്തിൻ്റെ ഒക്കെ ഒരു ശൈലിയിലാണ്. സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾക്ക് എഴുതുന്ന, അല്ലെങ്കിൽ ശിഷ്യർ ഗുരുനാഥന്മാർക്ക് എഴുതുന്ന, ഈ ഒരു തരത്തിലൊക്കെയാണ് കൂടുതൽ കവിതകൾ വന്നത്. അപ്പം ഈ ഒരു പേഴ്സണൽ ഇൻറ്റിമസി എന്നൊരു സംഗതി ലെറ്റർ പോയട്രിയിൽ ഉണ്ടാവും. പ്ലസ് കവിതയുടെ സ്വാഭാവികമായും കവിതക്കുണ്ടാകുന്ന സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ, കവിതയുടെ സൗന്ദര്യമായിട്ടുള്ള എല്ലാം കവിതയിലുണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്നതാണ് റസായിൽ ഷേരിയ എന്നാണ് ഇതിലെ ഒരു പോയിന്റ്.
ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അറബിക് ലിറ്ററേച്ചറിൽ പ്രീ മോഡേൺ ഇസ്ലാമിക് പീരീഡിൽ തന്നെ റസായിൽ ഷീരിയ ഉണ്ട്. ആ വിഷയത്തിൽ അറബി ക്രിറ്റിക്കുകൾക്കിടയിൽ ഡിബേറ്റ് ഉണ്ട്. അത് റസായിൽ ഷീരിയാണോ എന്ന വിഷയത്തിലൊക്കെ. ത്വാഹ ഹുസൈൻ, അതുപോലെ ഷൗഖി ലൈഫ്, അഹമ്മദ് സക്കി സുഫത്ത് തുടങ്ങിയ ആളുകൾക്കിടയിലൊക്കെ ജാഹിലി പീരീഡിൽ ഇതുണ്ടോ, റസായിൽ ഷീര ഉണ്ടോ എന്നുള്ള ഡിബേറ്റ് ഉണ്ട്. എന്താണെങ്കിലും എനിക്ക് എൻ്റെ പഠനത്തിൽ മനസ്സിലായത് അദിയുബിനു അബ്ദുൽ ഉസ്സബിന് ഇമ്രുൽ ഖൈസിൻ്റെ മകൻ എഴുതിയ ഒരു റിസാലയാണ് ആദ്യത്തെ ഒരു കത്ത് കവിതയായിട്ട് കിട്ടിയത്. അറബ് എസ്പെഷ്യലി 4 പീരീഡുകളിലെ ജാഹിലി പീരീഡ്, ഇസ്ലാമിക് പീരീഡ്, അമവി പീരീഡ്, അബ്ബാസി പീരീഡ്, ഈ പീരീഡുകളിലെയൊക്കെ കത്തുകളെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട്. അഹമ്മദ് സക്കി സഫൂത്തിൻ്റെ ജംഹറത്തു റസാഇൽ അറബ് എന്ന് പറയുന്ന. അപ്പം അതിലദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലെ 4 കവിതകളാണ് കൊണ്ടുവരുന്നത്. അതിലൊന്നാണ് ഇമ്രുൽ ഖൈസിൻ്റെ മകൻ്റെ അബ്ദുൽ ഉസ്സബിൻ ഇമ്രുൽ ഖൈസിൻ്റെ കത്ത്. അതുപോലെ ഹാത്തിമുത്തായിയുടെ കത്തുകളുണ്ട്, റസായിൽ ഷീരിയ. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, ഒരാൾ അല അയ്യുഹൽ ബിൻ താനി ഇന്ന അബാക്കുമ ഖത്തീലുൻ ഫ ഇന്നൽ ഖാത്തിലാനി ലദൈക്കുമ എന്നൊക്കെ പറയുന്ന, അത്താക്കുമ മിമ്മൻ അത്താക്കുമ എന്നൊക്കെ പറയുന്ന ഒരു കവിത നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ചുരുക്കി പറയാണ്. അതുപോലെ തന്നെ അസ്ർ ഇസ്ലാമിയിൽ, അസ്ർ അമവിയിൽ, അസ്ർ അബ്ബാസിയിലൊക്കെ ഇതുപോലെ കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക് പീരിയഡിൽ ഏറ്റവും കൂടുതൽ കവിതകൾ വന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം. ഖലീഫമാർക്കിടയിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെതാ മാത്രമാണ് ഒരു കവിതയായിട്ട് കണ്ടെത്താൻ പറ്റിയത്. അതുപോലെ ആ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം ഭയങ്കര പൊളിറ്റിക്കൽ ഡിബേറ്റ് സ്വഹാബിമാർക്കിടയിൽ നടക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്ത് തന്നെയാണ്. അതിനുശേഷം ആ പീരീഡിലെ കവിതകളിൽ കൂടുതലും 20ലധികം കവിതകൾ ആ പീരീഡിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതലും ഒന്നുകിൽ എഴുതിയയാൾ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്, അല്ലെങ്കിൽ സ്വീകർത്താവ് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അലി റളിയല്ലാഹുവിനെതിരെ ആളുകളെ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സപ്പോർട്ട് കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മുആവിയ റളിയല്ലാഹു കുറേ ആളുകൾക്ക് കത്തുകൾ എഴുതുന്നതും അതിനവർ തിരിച്ചെഴുതുന്നതും വളരെ പൊളിറ്റിക്കലായ കവിതയാണ് ആ കാലഘട്ടത്തിൽ കവിതകളായിട്ട് രചിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അമവി പീരീഡിൽ കുറച്ചുകൂടെ പൊളിറ്റിക്കലാണ്. ആ അമവി പീരീഡിൽ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അതുപോലെ വളരെ പ്രമുഖരായ ഭരണാധികാരികളൊക്കെ ഇത്തരത്തിൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ കത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നു ആ കാലത്തും എന്നാണ് മനസ്സിലാവുന്നത്. അറബിക് ലിറ്ററേച്ചറിൽ വലിയ ഡെവലപ്മെൻറ്റ് സാധ്യമായ കാലഘട്ടമാണ് അബ്ബാസി പീരീഡ്. അബ്ബാസി പീരീഡിൽ ലെറ്റർ പോയട്രിയിലും ഇതുപോലെ തന്നെ റസായിൽ ഷീരിയയിലും വലിയ പുരോഗതി ഉണ്ട്. ഇപ്പോൾ ഇതുവരെ എസ്പെഷ്യലി ഇസ്ലാമിക് ആൻഡ് അമവി പീരീഡിൽ പൊളിറ്റിക്കലായിട്ട് മാത്രമായിരുന്നു കാര്യമായിട്ട് കവിതകൾ വന്നിരുന്നത്, കവിതകൾ. എന്നാൽ പിന്നീട് അബ്ബാസി പീരീഡിൽ തെഹ്നിയത്തായിട്ട്, എഴുത്തിദാറായിട്ട്, പല മദ്ഹായിട്ട്, വസ്ഫായിട്ട് പല രീതിയിൽ ലെറ്റർ പോയറ്റുകൾ വരുന്നുണ്ട് അബ്ബാസി പീരീഡിൽ. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുന്നൊക്കെ കുറച്ച് അപ്പുറത്തേക്ക് ടേൺ ചെയ്തൊരു രൂപമാണ് കേരളത്തിലുള്ളത്. അതായത് കേരളത്തിൽ പൊളിറ്റിക്കൽ കവിതകളില്ല, വളരെ ഇല്ല എന്ന് തന്നെ പറയാം. പൊളിറ്റിക്കൽ കവിതകളില്ല. കേവലം വസ്ഫിയായ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകർ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, പിതാവും പുത്രനും, ഈ രീതിയിലുള്ള കവിതകളാണ് കേരളത്തിലെ കവിതകൾ കാണാൻ പറ്റുന്നത്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ കവിതകൾ വിരചിക്കപ്പെട്ട ഒരു പ്രദേശമായിട്ട് കേരളത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും.
കേരളത്തിലെ 4 അറബിക് പോയറ്റ്സിനെ 4 തലമുറകളായി പറയുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ പ്രമുഖനായ, അല്ലെങ്കിൽ കേരളത്തിലെ അറബി കവിതയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയ വീരാ മൊയ്തീൻ സാറ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് 4 തലമുറകളാണ്. അതിൽ 2ാമത്തെ തലമുറയിലാണ് ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ ജിഫ്രി, അതുപോലെ ഉമർ അൽ ഖാദി തുടങ്ങിയ ആളുകളൊക്കെ വരുന്നത്. ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ കത്ത് കവിതകൾ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമായി ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ ജിഫ്രി, അന്ന് കേരളത്തിൽ വേറൊന്നുണ്ട്, ഏത് കാലത്തും ഉണ്ട്, സാമൂഹികമായ വിഷയങ്ങൾ സാഹിത്യത്തിൽ എപ്പോഴും എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കത്ത് കവിതയിലും വിഷയീഭവിക്കുന്നുണ്ട്. അപ്പം അതിലൊന്നാണ് അക്കാലത്ത് പണ്ഡിതന്മാർക്കിടയിലെ വലിയ ഡിബേറ്റ് നടന്നിരുന്ന കൊണ്ടോട്ടി തങ്ങളുടെ വിഷയം. അന്ന് ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ ജിഫ്രി കൊണ്ടോട്ടി തങ്ങളുടെ ഫോളോവേഴ്സ് ആയിരുന്ന 2 മതാധ്യാപകർക്ക് എഴുതിയ ഒരു കത്ത് വളരെ പ്രധാനമാണ്. അതുപോലെ ഉമറുൽ ഖാദി മമ്പുറന്നങ്ങൾക്ക് എഴുതിയ കത്ത് നമുക്കൊക്കെ അറിയാം. അതും ഒരു റിസാല ഷേരിയാണ്, ജയിലിൽ വെച്ച് എഴുതിയ, കേരളത്തിലെ ഒരു സിജിനിയ, ഒരു ജയിൽ പോയട്രി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ജയിൽ ലെറ്റർ പോയട്രി എന്ന് പറയാവുന്ന ഒരു സാധനം അതുമാത്രമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അതുപോലെ ഖാദി അബൂബക്കറുൽ കാലിക്കുത്തി. ഈ കാലത്ത് എസ്പെഷ്യലി അബൂബക്കർ കാലിക്കുത്തിയുടെ കവിതകളിൽ കൂടുതലും മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർക്ക്, അഹമ്മദ് ദഹ്ലാൻ, സൈനി ദഹ്ലാനൊക്കെ പോലെയുള്ള ഉസ്താദുമാർക്ക് എഴുതിയ, കേരളത്തിലെ ഈ കത്ത് കവിതകൾ വ്യാപകമായി പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നുകൂടി അതാണ്. അതായത് അവരുടെ അറബ് ഉലമാവുമായിട്ടുള്ള, അറബ് പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം, ആ രീതിയിലാണ് ആദ്യകാലത്തൊക്കെ കൂടുതൽ കവിതകൾ വന്നത്. പിന്നെ പല രീതിയിൽ സുഹൃത്തുക്കളെ പോയം റൈറ്റിങ്ങിൽ മോട്ടിവേറ്റ് ചെയ്യാൻ, അതുപോലെ സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്താൻ, അങ്ങനെ പല രീതിയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കവിതകൾ എഴുതുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കത്ത് കവിതകൾ എഴുതിയത് ഒന്ന് അബ്ദുൽ ഖാദർ ഫൽഫരി കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ ഖാദർ ഫൽഫരി, ജവാഹിറുൽ അഷ്ആറിൻ്റെ ഓദറാണ് അബ്ദുൽ ഖാദർ ഫൽഫരി. അതുപോലെ തന്നെ മുഹമ്മദ് അലി മുസ്ലിയാർ, നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ, അദ്ദേഹത്തെ നമ്മളൊരു ചരിത്രകാരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം അറബി കവിതകളിൽ, പ്രത്യേകിച്ച് അറബി കത്ത് കവിതയിൽ വലിയ സംഭാവനയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ കത്തു കവിതയുടെ യഥാർത്ഥ രൂപങ്ങൾ കാണാം. പണ്ട് നിങ്ങൾക്കൊന്നും അത്ര പരിചയം ഉണ്ടാവില്ല, പോസ്റ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ഇല്ലൻറ്റുകൾ ഉണ്ടായിരുന്നു കത്തുകൾ എഴുതാൻ. അങ്ങനെ ആ പോസ്റ്റ് കാർഡുകളിലും ഇല്ലൻറ്റുകളിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കവിതകൾ എഴുതിയത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുഹമ്മദുൽ ഫൈഇ, അസ്ഹരി തങ്ങൾ, പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അൻവർ അബ്ദുള്ള ഫൽഫരി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കവിതകൾ വന്നത് ഒരാൾക്ക്, ഒരു പ്രത്യേക സുഹൃത്തിന് എഴുതിയ കത്ത് എന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദുൽ ഫൈഇയുടെ കവിതയിൽ കുറേ ആളുകൾക്ക് എഴുതിയ കവിതകൾ കാണാം, അദ്ദേഹം കുറേ ആളുകൾക്ക്, കുറേ സുഹൃത്തുക്കൾക്ക് എഴുതിയ കവിതകൾ കാണാം. എന്നാൽ അസ്ഹരി തങ്ങളുടെ കവിതയിൽ, കവിതയല്ല, അസ്ഹരി തങ്ങളുടെ കത്ത് കവിതയിൽ കൂടുതലും കുഞ്ഞിപ്പ് മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹചാരിക്ക് എഴുതിയ കത്ത് കവിതകളാണ്. അതുപോലെ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ കവിതയിൽ കുഞ്ഞി ഹൈദർ മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് എഴുതിയ കത്തുകളാണ് കൂടുതലും. അദ്ദേഹം കൂടുതൽ കത്ത് കവിതകൾ എഴുതിയത്. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അൻവർ അബ്ദുള്ള ഫൽഫരി, അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരുണ്ട്. ലിയാവുദ്ദീൻ ഫൈലി, മാരിയാടുള്ള ബാക്കവി, മുഹമ്മദ് ബാക്കവി, വേറെയും കുറേ ആളുകൾ. ഈ ആളുകൾക്കൊക്കെ അദ്ദേഹം നിരന്തരമായി കത്തുകൾ എഴുതും, തിരിച്ചെഴുതും. ഈ ഒരു ഒരാൾ, അല്ലെങ്കിൽ ഒരു സൗഹൃദ വലയം കത്തെഴുത്തിനായിട്ട് കൂടെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് കൂടുതൽ കവിത എഴുത്ത് മലയാള അറബി, കേരള അറബി ലിറ്ററേച്ചറിൽ നടന്നത് എന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം. അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു
ഞാൻ എൻ്റെ പഠനത്തിൽ ഏകദേശം ഒരു 100 കവിതകളൊക്കെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഇത് റിസാല ഷേരിയ എന്ന് പറയുന്ന ഒരു ജോണർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നില്ല. ഇല്ല എന്നല്ല, അങ്ങനെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കളക്ഷനോ ഒന്നും നിലവിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിലെ കവികൾ, അറബിക് ലിറ്ററേച്ചർ ഗൗരവത്തോടെ പഠിച്ച ആളുകൾ, നിലവിൽ അറബിക് ലിറ്ററേച്ചറിൽ, കേരള അറബിക് ലിറ്ററേച്ചറിലും ഇന്ത്യൻ പോയട്രിയിലൊക്കെ, അറബിക് പോയട്രിയിലൊക്കെ റിസർച്ച് ചെയ്ത ആളുകൾ, ഇവരൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട റെഫറൻസ്. അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രമുഖനായ കവിയാണ് അബ്ദുള്ള സുല്ലമി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ കത്ത് കവിതകളാണ്. സനാ ഷാലാൻ എന്ന് പറയുന്ന ഉർദുനിയായ ഒരു പോയറ്റിന്, ഒരു സാഹിത്യകാരിക്ക് എഴുതിയ കത്തുകളാണ്. അതൊരു വളരെ ഭാവനാത്മകമായി, നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ലവ് ലെറ്റർ എന്നൊക്കെ പറയാം. ആ രീതിയിൽ ഭാവനാത്മകമായി എഴുതിയ കവിതകളാണ്. അദ്ദേഹം വാട്സപ്പിൽ കവിതകൾ എഴുതും. ആ രീതിയിൽ എഴുതിയ ഏകദേശം 90-ലധികം കവിതകൾ ആ പുസ്തകത്തിലുണ്ട്. ഞാൻ ആ കവിതയുടെ സൗന്ദര്യത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും ഏരിയയിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോഴും കത്തു കവിത എന്ന് പറയുന്ന, കത്തെഴുത്ത് നിന്നു പോയിട്ടുണ്ടെങ്കിലും കത്തു കവിത എന്ന് പറയുന്ന ഒന്ന് കേരള അറബിക് ലിറ്ററേച്ചറിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അവസാനത്തെ പോയിന്റ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.